ഹലോ, ഞാൻ ധരിച്ചിരിക്കുന്നത് കോട്ടൺ ഒരു ഷർട്ടും കോട്ടൺ ധോത്തിയുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ധോത്തി വെയർ ചെയ്യുന്നത്, അതായത് ധരിക്കുന്നത്. കേരളം, തമിഴ്നാട് സ്റ്റേറ്റുകളിലാണ് ധോത്തി കൂടുതലായിട്ട് ധരിക്കുന്നത്. ബാക്കിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ധോത്തി വേറെ രീതിയിലത് ധരിക്കുന്നു. നമ്മളിങ്ങനെ ധോത്തി ധരിക്കുന്നത്, ഇങ്ങനെ മുണ്ട് ഉടുക്കുന്നത് കേരളവും തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ്. പല നമ്മുടെ പുതിയ തലമുറയ്ക്കും ഇതൊക്കെ വളരെ പഴയ മനുഷ്യരായിരുന്നു ഈ കോട്ടൺ ധോത്തി അല്ലെ പോളിസ്റ്റർ ധോത്തിയൊക്കെ ധരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മുണ്ടാണ്. എനിക്ക് തോന്നി ഇത് നിങ്ങളെ ഈ പുതിയ തലമുറയ്ക്ക് ഈ കോട്ടൺ മുണ്ട് എങ്ങനെയാണ് ഉടുക്കുന്നതെന്നൊന്നും അറിയാൻ മേലാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ പുതിയ പിള്ളേർ. അതുകൊണ്ട് ഈ കോട്ടൺ മുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ മുണ്ടാണ്. ഡബിൾ എന്ന് പറയും, ഇത് കോട്ടൺ ഡബിൾ മുണ്ടാണ്. ഇത് കണ്ടോ, 2 ലെയർ ചേർന്നതാണ് ഈ കോട്ടൺ മുണ്ട്. ഇതിന് 2 കരകളുണ്ട്. ഇവിടെ ഒരു കരയെന്ന് പറഞ്ഞത് ബോർഡർ. ഇത് കണ്ടോ, ഇതൊരു ബോർഡറാണ്. പിന്നെ ഇതും ഒരു ബോർഡറാണ്. ഇത് കണ്ടോ, ഇതും ബോർഡറാണ്. ഈ 2 ബോർഡറും ചേരുന്നതാണ് ഈ മുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, പല നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ മുണ്ടെന്ന് പറയുന്നത് ഉടുക്കാൻ അറിയാൻ മേല. അന്നേരം മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും പിള്ളേർക്ക് അറിയാൻ മേല. നമ്മുടെ പ്രായമായ നമ്മുടെ അപ്പച്ചന്മാർക്ക് മുണ്ട് ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേല. പലപ്പോഴും പല അപ്പച്ചന്മാരും മുണ്ട് ഉടുത്തിട്ട് ബെൽറ്റ് കെട്ടിയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ടിന് കണ്ടോ, അതെ ബെൽറ്റൊന്നും ഇല്ല. ഇങ്ങനെയാണ് മുണ്ട് ഉടുക്കുന്നത്. മുണ്ട് ഇങ്ങനെ ബോർഡർ എടുത്ത് ഇങ്ങനെ നമ്മൾ ചുരുക്കിട്ട് ഇങ്ങനെയായി മുണ്ട് ഉടുക്കുന്നത്. അന്നേരം മുണ്ട് ഉടുക്കാനായിട്ട് അറിയാൻ മേലാത്തവർക്ക് മുണ്ടിൽ കണ്ടോ ബെൽറ്റ് ഇല്ലാതെ തന്നെ അരയിൽ ഈ മുണ്ടൊക്കെ നിൽക്കും. കോട്ടൺ മുണ്ടാണ് ഏറ്റവും നല്ലത് ഉടുക്കാനും. ആ കോട്ടൺ മുണ്ടാണ് ശരീരത്തോട് വളരെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നന്നായി ഇണങ്ങുന്നതും ശരീരത്തിന് ആരോഗ്യം തരുന്നതും കോട്ടൺ മുണ്ടുകളാണ്. ഇതൊരു കോട്ടൺ മുണ്ടാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. നല്ല കോട്ടൺ ബ്ലീച്ച് വൈറ്റ് എന്ന് പറയും ഇതിന്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിലൊരു കരയില്ലേ, കര. ഈ കാണുന്ന കരയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ജെറി എന്ന് പറയും. ഇംഗ്ലീഷ് ജെറി അല്ലെങ്കിൽ മലയാളത്തിൽ കശവെന്ന് പറയും. കശവ്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു കശവിൻ്റെ ഒരു ബോർഡറുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് വെഫ്റ്റ് എന്ന് പറയും. ടെക്നിക്കൽ ടേംസ് തുണിയിൽ വെഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. വാർപ്പെന്ന് പറയുന്നതാണ് ഇത്. ഈ സാധനം ഇങ്ങനെ പോകുന്ന സംഭവമാണ് വാർപ്പ്. ഈ കാണുന്ന വാർപ്പാണ്. ഈ ക്രോസായിട്ട് വരുന്ന ഇത് വെഫ്റ്റാണ്. അല്ലെ മലയാളത്തിൽ ഇതാണ് പാവെന്ന് പറയുന്ന സംഗതി. ഇത് ഈ സാധനം പാവാണ്. ഈ ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഊട.